ഹിമന്ത ബിശ്വ ശർമ്മ അസം മുഖ്യമന്ത്രി. ആ മേഖലയിലെ ബി.ജെ.പിയുടെ തുറുപ്പ് ചീട്ട്. പലവിധ പ്രശ്നങ്ങൾ വരുമ്പോഴും ബി.ജെ.പി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പഴയ കോൺഗ്രസ്സുകാരൻ. പാഠപുസ്തകങ്ങളിൽ നിന്ന് മുഗൾ ചക്രവർത്തി അക്ബറിൻ്റെയും മൈസൂർ ഭരണാധികാരി ടിപ്പു സുൽത്താൻ്റെയും മഹാനായ എന്ന പേര് അല്ലെങ്കിൽ ആ വാക്ക് നീക്കം ചെയ്യണമെന്ന NCERT നടപടിയെ ആദ്യം സ്വാഗതം ചെയ്ത് ഹിമന്ത ബിശ്വ ശർമ്മയായിരുന്നു. അതുമാത്രമല്ല, ടിപ്പു സുൽത്താനെതിരെ നടത്തിയ രൂക്ഷമായ പരാമർശങ്ങൾ, ടിപ്പുവിനെ മർദ്ദിച്ച് എവിടേക്കാണോ അയക്കേണ്ടത് അങ്ങോട്ട് അയക്കണം, കടലിലെറിയണമെന്ന് പറഞ്ഞ ഹിമന്തയുടെ വാക്ക് അന്നേറെ ശ്രദ്ധേയമായിരുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെക്കുറിച്ചാകട്ടെ ഭ്രാന്തനായി ഔദ്യോഗികമായി രാജ്യം പ്രഖ്യാപിക്കണമെന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ ആവശ്യപ്പെട്ടത്. അങ്ങനെ ഹിമന്തയുടെ ഓരോ വാക്കുകളും കയ്യടിയോടെ ആവേശത്തോടെ ബി.ജെ.പി പ്രവർത്തകർ സ്വീകരിക്കുന്നു. ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം ഹിമന്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന സാഹചര്യം ഒരുങ്ങുന്നു. വിവാദപരമായ നിയമനിർമ്മാണങ്ങൾ നിരവധി നടത്തിയിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ പുതിയ ഒരു നിയമത്തിലേക്ക് വളരെ പെട്ടെന്ന് കടക്കുകയാണ്. ബഹുഭാര്യത്വം നിരോധിച്ചുകൊണ്ടുള്ള നിയമവുമായി ഹിമന്തയുടെ സർക്കാർ വരുന്നു. 2016 മുതൽ അസം ഭരിക്കുന്ന ബി.ജെ.പി സർക്കാർ മുസ്ലിങ്ങളെ അടിച്ചമർത്തുകയാണെന്ന് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ആരോപിക്കുമ്പോഴും തൻ്റെ ഉറച്ച നിലപാടുമായി ഹിമന്ത മുന്നോട്ട് പോവുകയാണ്. നേരത്തെ മദ്രസകളെ പൊതുവിദ്യാലയങ്ങളാക്കിയതും ലവ് ജിഹാദിനെതിരെ നിയമനിർമ്മാണം നടത്തിയതും അനധികൃത കുടിയേറ്റക്കാരുടെ കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിച്ചതും അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ചെയ്ത സർക്കാർ കൂടിയാണ് ഹിമന്തയുടേത്. ഇപ്പോൾ ഒന്നിലധികം വിവാഹം കഴിക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ്. ബഹുഭാര്യത്വം അസമിൽ ഇനി ക്രിമിനൽ കുറ്റമാണ്. സ്ത്രീ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ ബഹുഭാര്യത്വ നിരോധന ബിൽ എന്നാണ് അസം സർക്കാർ പറഞ്ഞു വെക്കുന്നത്. ഉത്തരാഖണ്ഡിന് പിന്നാലെ ബഹുഭാര്യത്വം ക്രിമിനൽ കുറ്റമാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമായി അസം മാറുന്നു. എന്നാൽ ഉത്തരാഖണ്ഡിനേക്കാൾ കർക്കശമായ വ്യവസ്ഥകളാണ് ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പുതിയ നിയമപ്രകാരം ഒന്നിലധികം വിവാഹം കഴിക്കുന്നവരെ 7 വർഷം വരെ തടവ് ശിക്ഷിക്കാം. കൂടാതെ നിലവിലെ വിവാഹം മറച്ചുവെച്ച് വീണ്ടും വിവാഹം ചെയ്താൽ 10 വർഷം വരെ അഴിയേണ്ടി വരും. കുറ്റകൃത്യം ആവർത്തിക്കുന്നവർക്ക് ഇരട്ടി ശിക്ഷ കിട്ടും. ഇത്തരം വിവാഹത്തിന് കൂട്ടുനിൽക്കുന്ന ഖാസിമാർ, ഗ്രാമമുഖ്യന്മാർ, മാതാപിതാക്കൾ, ബന്ധുക്കൾ എന്നിവർക്ക് 2 വർഷം വീതമാകും തടവ്. ഈ നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ടവർക്ക് സർക്കാർ ജോലിക്കോ സർക്കാർ ആനുകൂല്യങ്ങൾക്കോ അർഹതയില്ല. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കാൻ കഴിയില്ല. പരാതി കിട്ടിയാൽ SIയിൽ കുറയാത്ത റാങ്കുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തി വിവാഹം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണം. അസമിൽ സ്ഥിരതാമസമാക്കിയവർ ബോധപൂർവം സംസ്ഥാനത്തിന് പുറത്തു നിന്ന് 2ാം വിവാഹം കഴിച്ചാലും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരും. മറ്റു സംസ്ഥാനങ്ങളിൽ ഭൂമി, കെട്ടിടമടക്കമുള്ള സ്വത്തുള്ളവർ, സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളടക്കമുള്ളവയുടെ ഗുണഭോക്താക്കളായവർ എന്നിവരും ഈ പരിധിയിൽ വരും എന്നുള്ളതാണ് പുതിയ നിയമം. ബഹുഭാര്യാത്വത്തിന് ഇരകളാവുന്ന സ്ത്രീകൾക്ക് നഷ്ടപരിഹാരം നൽകാനും വ്യവസ്ഥ ഉണ്ട്. ഇത്തരത്തിൽ കർക്കശമായ നിയമവ്യവസ്ഥിതികൾ ഹിമന്ത ബിശ്വ ശർമ്മ അവിടെ നടപ്പിലാക്കുകയാണ്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ വളരെ രൂക്ഷമായി വിമർശിക്കുമ്പോഴും ഹിമന്തയുടെ പല പരിഷ്കാരങ്ങൾക്കും അസമിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ എന്നുള്ളതാണ് അവിടുത്തെ ഒരു രീതി. അത് കോൺഗ്രസിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുമുണ്ട്. പട്ടികവർഗ വിഭാഗങ്ങളും ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ വരുന്ന ഗോത്ര ജില്ലകളും ബില്ലിൻ്റെ പരിധിയിൽ വരില്ല എന്ന് വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതും ഹിമന്തയുടെ മറ്റൊരു തന്ത്രമാണ്. ഹിന്ദു കോഡ് അനുസരിച്ച് നിലവിൽ ബഹുഭാര്യത്വം കുറ്റകൃത്യമാണ് എന്ന് നമുക്കറിയാം. മുസ്ലിം വ്യക്തിനിയമം അനുസരിച്ച് അനുവദനീയവുമാണ്. പുതിയ ബില്ലിൻ്റെ പരിധിയിൽ നിന്ന് ഗോത്രവർഗ വിഭാഗങ്ങളെ ഒഴിവാക്കിയ സാഹചര്യത്തിൽ ഫലത്തിൽ മുസ്ലിങ്ങളെ ആയിരിക്കും ഇത് കാര്യമായി ബാധിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ മുസ്ലിം സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബിൽ കൊണ്ടുവരുന്നതെന്ന് ഹിമന്ത വളരെ കൃത്യമായി പ്രസ്താവിക്കുകയും അത് ഈ മുസ്ലിം സ്ത്രീ വിഭാഗങ്ങൾക്കിടയിൽ വലിയ ഒരു സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഫേസ്ബുക്കുകളിൽ വ്യാജ പേരുകളിൽ അക്കൗണ്ട് തുടങ്ങി പെൺകുട്ടികളെ വശീകരിക്കുകയാണ്. വിവാഹം കഴിച്ച ശേഷമാണ് പലരും സത്യം തിരിച്ചറിയുന്നത്. അസമിൽ ഇത് വ്യാപകമാകുന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നു. ഇത്തരം കേസുകളിൽ ഇരയ്ക്കും നീതി ഉറപ്പാക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. സ്വന്തം വ്യക്തിത്വം വെളിപ്പെടുത്താതെ പെൺകുട്ടികളെ വശീകരിക്കുന്നവർക്ക് പരമാവധി ശിക്ഷ നൽകുമെന്നും ഹിമന്ത പറഞ്ഞു വെക്കുകയാണ്. ഇത്തരത്തിൽ ഒരു ഏകീകൃത സിവിൽ കോഡ് രാജ്യമൊട്ടാകെ നടപ്പിലാക്കും എന്നുള്ള പ്രതീതി ആകെ പടർന്നിട്ടുണ്ട്, നമുക്കറിയാം. അതിന് മുൻപായി കഴിഞ്ഞ വർഷം അസമിൽ കൊണ്ടുവന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരിഷ്കാരം ബീഫ് വിളമ്പുന്നത് ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും പൊതുപരിപാടികളിലുമൊക്കെ അത് പൂർണ്ണമായും നിരോധിച്ചു. വീണ്ടും മുഖ്യമന്ത്രിയായാൽ അസമിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും
പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. സ്ത്രീകളുടെ വിവാഹപ്രായം 19 നിന്നും 21 ഉയർത്തുമെന്നുള്ള പ്രഖ്യാപനവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. അടുത്ത വർഷം ആദ്യമാണ് നമുക്കറിയാം അസമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പിന്നാക്ക വിഭാഗക്കാർക്ക് അവർക്കിടയിൽ മാത്രം ഭൂമി കൈമാറ്റം ചെയ്യാനാകുന്ന രീതിയിൽ നിയമം കൊണ്ടുവരുമെന്നുള്ള പ്രഖ്യാപനം കൂടെ നടത്തി ആ വിഭാഗങ്ങളിൽ മേൽക്കൈ നേടാനും സ്വാധീനം ചെലുത്താനും ഹിമന്ത ശ്രമിക്കുന്നുണ്ട്. 2020 നമുക്കറിയാം ഈ മദ്രസകളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിക്കൊണ്ട് എല്ലാ മദ്രസകളും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി മാറ്റാൻ ഹിമന്ത തീരുമാനിച്ചത്. അന്ന് ഹിമന്ത ബിശ്വ ശർമ്മ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അത് വലിയ വിവാദമുണ്ടാക്കിയെങ്കിലും അത് മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ഗുണം ചെയ്യുകയാണ് ഉണ്ടായത് എന്ന് പിന്നീട് ഒരു വിലയിരുത്തലുണ്ടായി. ഇതിനിടെ അനധികൃത കുടിയേറ്റക്കാരുടെ കെട്ടിടങ്ങൾ പൊളിച്ചു കളഞ്ഞ അസം സർക്കാർ നടപടി വിവാദമായിരുന്നു. UP സർക്കാരിൻ്റെ ബുൾഡോസർ രാജിനെതിരെ സുപ്രീം കോടതി നിരന്തരം താക്കീത് ചെയ്യുന്നതിനിടയിലാണ് അസമിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ 150 വീടുകൾ പോലീസിനെ ഉപയോഗിച്ച് ബലപ്രയോഗത്തിലൂടെ തകർത്തത്. ആദ്യമൊക്കെ വലിയ എതിർപ്പ് എങ്കിലും അത് ബംഗ്ലാദേശികളാണെന്നും ഇവർ ഭൂമി ജിഹാദ് ആണെന്നും BJP നേതാക്കൾ പറയുകയും അത് പിന്നീട് ആ എതിർപ്പുകൾ പതുക്കെ അലിഞ്ഞു പോവുകയും മറ്റുമായിരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള പ്രക്ഷോഭമൊക്കെ അന്ന് ഉണ്ടായി. പക്ഷെ അതൊക്കെ വളരെ കാര്യമായി ഡീൽ ചെയ്യാനുള്ള ഒരു രീതി ഹിമന്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് വലിയ ശക്തിയോടുകൂടി ആ മേഖലയിൽ ഹിമന്തിന് ഇപ്പോഴും വലിയൊരു അക്സെപ്റ്റൻസ് കിട്ടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ ഗോത്രവർഗക്കാരുടെ ഭൂമി മറ്റാരും കൈവശപ്പെടുത്താത്ത രീതിയിൽ സംരക്ഷിക്കപ്പെടാൻ നിയമനിർമ്മാണം കൊണ്ടുവരാനുള്ള ശ്രമം കൂടി ആ വിഭാഗത്തിനിടയിൽ വലിയ തോതിൽ ഹിമന്തിൻ്റെ ഒരു സ്വീകാര്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യഥാർത്ഥ മുസ്ലിങ്ങൾ ഈ ബഹുഭാര്യാത്വവുമായി ബന്ധപ്പെട്ട ബില്ലിനെ എതിർക്കില്ല എന്നുള്ള വാദമാണ് ഹിമന്ത് മുന്നോട്ട് വെക്കുന്നത്. ഇവിടുത്തെ ആളുകൾക്ക് ഈ ബില്ല് പാസ്സായാൽ യഥാർത്ഥ മുസ്ലിമാകാൻ കഴിയും എന്ന് പറഞ്ഞു തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതായത് തുർക്കി പോലെയുള്ള രാജ്യങ്ങൾ പോലും ബഹുഭാര്യാത്വം നിരോധിച്ചിട്ടുണ്ട് എന്ന് ഹിമന്ത് പറഞ്ഞു വെക്കുന്നു. പാകിസ്ഥാനിൽ പോലും ഇതിനായൊരു മധ്യസ്ഥ സമിതിയുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തൻ്റെ നീക്കവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശ്വാസം നേടാൻ ഹിമന്ത ബിശ്വ ശർമ്മ ശ്രമിക്കുന്നത്. ഇതിലൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. അസമിലെ ജനസംഖ്യാശാസ്ത്രത്തിൽ പലപ്പോഴും ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രി കൂടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. മുസ്ലിം ജനസംഖ്യയിൽ ഗണ്യമായി ഉണ്ടാകുന്ന വർധനവ്, അതായത് 40% അസമിൽ മുസ്ലിംകളാണ് എന്നുള്ള പ്രസ്താവന പലപ്പോഴും മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരാൾ കൂടിയാണ് ഹിമന്ത്. അതായത് ഈ ബഹുഭാര്യാത്വമൊക്കെ ജനസംഖ്യാ വർധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അത് രാഷ്ട്രീയമല്ല മറിച്ച് ജീവിതവും മരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ജനസംഖ്യാശാസ്ത്രത്തിലെ മാറ്റങ്ങൾ വലിയ പ്രശ്നമാണ് എന്നും പറഞ്ഞു വെക്കുകയാണ്. ഇത് 1951 12% മുസ്ലിം ജനസംഖ്യയാണ് ഇപ്പോൾ 40% അത്തരത്തിൽ നിരവധി ജില്ലകൾ നമുക്ക് നഷ്ടപ്പെട്ടു. അതൊരിക്കലും ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല. പക്ഷേ ഈ വിഷയത്തെ ആ രീതിയിൽ കാണണം എന്നുകൂടി പറഞ്ഞു വെക്കുന്നതിലൂടെ മറ്റൊരു വിഭാഗത്തിൻ്റെ പിന്തുണ നേടുക എന്നുള്ള ഒരു രീതി കൂടി ഹിമന്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. ഒപ്പം ഈ മുസ്ലിം ആധിപത്യമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്കിടയിൽ ഗർഭനിരോധന മാർഗങ്ങൾ അവലംബിക്കാനും അതിനുള്ള പദ്ധതികളും മറ്റും ഹിമന്ത് പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മ തൻ്റെ പരിഷ്കാരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിന് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ എല്ലാവിധമുള്ള പിന്തുണയുമുണ്ട്. വലിയ എതിർപ്പുണ്ടാകുമ്പോഴും തൻ്റെ രീതികൾ താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തൻ്റെ മനസ്സിലുള്ളത് നടപ്പിലാക്കിക്കൊണ്ട് അത് ആദ്യത്തെ എതിർപ്പുകളെയൊക്കെ മറികടന്ന് നടപ്പിലാക്കാനുള്ള ആർജവം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പോലെ വളരെ ശക്തമായ ഒരു ഭരണാധികാരിയായി ഹിമന്ത ബിശ്വ ശർമ്മ മാറുന്നു എന്നുള്ളതാണ് ആ മേഖലയിലെ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.